അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ്, റേഷൻ കാർഡ് ഉള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. റേഷൻ വിതരണ മേഖലയിൽ അല്ലെങ്കിൽ റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടുമ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകൾ വരികയാണ്. 13,000-ന് മുകളിൽ, അതായത് 14,000-ഓളം റേഷൻ കടകൾ നിലവിലുണ്ട്. അതിൽ 4,000 എണ്ണത്തോളം ഒക്കെ അടച്ചുപൂട്ടേണ്ടി വരുന്നു എന്നൊക്കെയുള്ള പുതിയ റിപ്പോർട്ടുകൾ. ഇനി അതോടൊപ്പം തന്നെ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. നിലവിൽ APL വെള്ള നീല റേഷൻ കാർഡുകൾക്ക് അരിയുടെ വിലയിൽ വർധനവ് ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള പുതിയ നിർദ്ദേശങ്ങളും വിദഗ്ധ സമിതി ഇപ്പോൾ പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. റേഷൻ മേഖലയെ സംരക്ഷിക്കുവാനുള്ള പ്രധാന നിർദ്ദേശങ്ങളാണ് ഈ സമയത്ത് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ സൗജന്യമായിട്ടാണ് അരി ലഭിക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ BPL റേഷൻ കാർഡാണ് എങ്കിൽ ഈ ഒരു അരി നമുക്ക് ലഭിക്കും. അതേ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഇനി ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്യുവാനുണ്ട് എങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മാർച്ച് മാസം 31-ാം തീയതി വരെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണമുള്ളത്. ഇനി മറ്റേതെങ്കിലും കാരണവശാൽ നാട്ടിൽ ഇല്ലാത്തത് മൂലമാണ് ചെയ്യാൻ സാധിക്കാത്തത് എങ്കിൽ അവരുടെ സ്റ്റാറ്റസ് NRK എന്ന രീതിയിലേക്ക് നിലനിർത്തണം. അങ്ങനെ നിലനിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും പോകും. കേന്ദ്ര സർക്കാർ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദേശത്തോ അല്ലെങ്കിൽ പഠന സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ മറ്റു നാട്ടിലേക്ക് അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ NRK നോൺ റെസിഡന്റ് എന്ന നമ്മളുടെ പേരിനോടൊപ്പം തന്നെ ചേർക്കേണ്ടതാണ്. അതായത് കൃത്യമായിട്ട് അവിടെ അപ്ഡേഷൻ വരുത്തേണ്ടതാണ്. അതിന് നമ്മൾ നമ്മുടെ താലൂക്ക് ഓഫീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 6,000 രൂപ ലഭിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സംസ്ഥാന സർക്കാർ വികസിപ്പിച്ചിരിക്കുന്നു. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള അറിയിപ്പും കൃഷിഭവൻ മുഖാന്തരം ഒക്കെ നൽകിയിട്ടുണ്ട്. കാർഷിക ആനുകൂല്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകീകൃത സംവിധാനമാണ് ഇവിടെ ഫാർമേഴ്സ് ID നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കൃഷിഭൂമിയുള്ള കർഷകർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിച്ച കൃഷിഭൂമിയുടെയും അതോടൊപ്പം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം സമർപ്പിച്ച വിവിധ ആനുകൂല്യങ്ങൾ ഭാവിയിലേക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കുന്നത് ആയിരിക്കും. 31-ാം തീയതി വരെയാണ് ഇതിന് സമയമുള്ളത്. കതിർ ആപ്ലിക്കേഷനിലേക്ക് ഇപ്പോൾ പ്രത്യേക ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെയാണ് നടത്തപ്പെടുന്നത്. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിലേക്കോ അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോൺ വഴിയോ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ക്ഷേമനിധി ബോർഡുകളുടെ അതായത് നമുക്ക് വീണ്ടും അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ആനുകൂല്യം, പെൻഷൻ ആനുകൂല്യം ഉൾപ്പെടെ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിൽ രേഖകൾ സമർപ്പിച്ച് ഇത് പുതുക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചു കാണും. എങ്കിലും പ്രധാനപ്പെട്ട ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് അപ്ഡേഷനുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഒരുപക്ഷെ പിന്നീട് ആനുകൂല്യം മുടങ്ങി കഴിയുമ്പോൾ ആയിരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ അറിയുക. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മുടങ്ങാതെ ഇപ്പോൾ തന്നെ രേഖകൾ സമർപ്പിക്കുവാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ എത്രയും വേഗം രേഖകൾ ഹാജരാക്കേണ്ടതാണ്.